ശോ, എന്തൊരു കഷ്ടമാന്ന് വിചാരിച്ചിട്ടാ. എന്റെ പൊന്നു പ്രിയെ, നീ ഇങ്ങനെ വിഷമിക്കാതെ. നിന്റെ മുഖവും ഭാവവും കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്കെന്തോ വലിയ ദുരന്തം സംഭവിച്ച പോലെയാണല്ലോ. ഇങ്ങനെ വിഷമിക്കുന്ന എന്തിനാ? എന്നാലും എടി തന്നെ ഇപ്പൊ ഇത് വേണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ആകുമെന്ന് വിചാരിച്ചുമില്ല. പിള്ളേർ രണ്ടുപേരും കുഞ്ഞുങ്ങളല്ലേ. അതൊക്കെ വിചാരിച്ചിട്ടാ എനിക്ക്. ശ്ശോ, ഏത് നേരത്താണോ ഇങ്ങനെ ആയിപ്പോയത്? എന്റെ എടി, കൊച്ചിനെ വയറ്റിലിട്ടോണ്ട് ഇങ്ങനെയൊന്നും പറയാതെ. ഏതായാലും നീ പ്രഗ്നന്റ് ആയി, ഇനി അത് ആക്സെപ്റ്റ് ചെയ്യാൻ നോക്ക്. ഗർഭിണിയായ പിന്നെ പ്രസവിക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, നിന്റെ അമ്മായിയമ്മയോട് പറഞ്ഞോ? എന്താ പറഞ്ഞേ? എടി, ഞാൻ നിന്നോടാ ആദ്യം പറഞ്ഞത്, വേറെ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ചേട്ടൻ രാവിലെ പോയപ്പോ യൂറിൻ കൊടുത്തു വിട്ടു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പൊ വിളിച്ചു പറഞ്ഞതാ പോസിറ്റീവ് ആണെന്നുള്ളത്. എന്നിട്ട് ഞാൻ അത് അറിഞ്ഞപാടെ നിന്നെ വിളിച്ചതാ ഇങ്ങോട്ടേക്ക്. വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. അല്ലടി, നിനക്കൊക്കെ മൂന്നാമത് കൊച്ചുങ്ങളെ വേണ്ടെങ്കിൽ പിന്നെ അങ്ങ് നിർത്തിക്കൂടായിരുന്നോ? അല്ലേ പിന്നെ? എടി, അത് പിന്നെ അന്ന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്നേരം പിന്നെ അങ്ങനെ ചെയ്യാതിരുന്നത്. പിന്നീട് ചെയ്യാന്ന് വിചാരിച്ചത്. എത്ര പെട്ടെന്ന് പ്രഗ്നന്റ് ആവുമെന്ന് ഇപ്പൊ ആരെങ്കിലും വിചാരിച്ചോ? ഇത് വലിയ തെറ്റൊന്നും അല്ല. നീ കല്യാണം കഴിഞ്ഞ് നിന്റെ ഭർത്താവും കൂടെ ഉള്ളതല്ലേ. ഇത് ഇത്രമാത്രം കിടന്ന് ആദ്യ പിടിക്കാനൊന്നുമില്ല. ഒരു കാര്യം ചെയ്യും, നിന്റെ അമ്മായിമ്മയുടെ ഞാൻ പറയാം, നിനക്ക് ഇത്ര പേടിയാണെങ്കിൽ. അയ്യോ, നീ പറയണ്ട. എനിക്ക് പേടിയാ. ഇനിയിപ്പോ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ടെൻഷനാ എനിക്ക്. ഞാനൊരു കാര്യം ചെയ്യാം, ആദ്യം എന്റെ അമ്മയോട് പറയട്ടെ. അമ്മ എന്താ പറയുന്നേ നോക്കട്ടെ. എന്നിട്ട് പിന്നെ പറയാം ആലോചിച്ചിട്ട്. നീ എന്തെങ്കിലും ചെയ്യ്. ഞാനേ പോവാ. നീ വിളിച്ചപ്പോ എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ച് ഞാനുള്ള പണിയൊക്കെ അവിടെ ഇട്ടിട്ട് ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ട് വന്നതാ. എന്റെ അമ്മായിയമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാലോ അല്ലേ? ആ, എന്നാ പിന്നെ ഞാൻ പോവാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് വരാം. എന്റെ പണിയൊക്കെ തീർത്തിട്ട് നീ സമാധാനമായിട്ടിരിക്കും കേട്ടോ. ശരിയടി. ആ, എന്താടി നിനക്ക് വയ്യേ? അല്ലമ്മ, ഒരു തലവേദന പോലെ, ഭയങ്കര ക്ഷീണം. ഉം പിള്ളേര് ഭക്ഷണം കഴിച്ചായിരുന്നോ? ആ, അവര് രണ്ടുപേരും ഭക്ഷണം കഴിച്ചു. അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ഇപ്പൊ. ആ, എന്നാ പിന്നെ വൈകിട്ട് പോയി ഇച്ചിരി നേരം കിടക്കെന്നാ പിന്നെ. ഏ നീ കഴിച്ചോ? ആ, ഭക്ഷണം കഴിച്ചായിരുന്നു. ആ, എന്നാ പോയി കിടക്ക ഇച്ചിരി നേരം. ഉം. ആ, ചേച്ചി. ആ, ബിന്ദു. അവള് പറഞ്ഞേ ഇല്ലല്ലോ അമ്മ വരുന്ന കാര്യം. പ്രിയേ ഒന്നും പറഞ്ഞില്ല. ആഹാ, ഞാൻ അവളോട് വരുന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. പിള്ളേരെന്തിയെ രണ്ടുപേരും? ഒച്ചയും ബഹളവും ഒന്നും കേൾക്കുന്നില്ല രണ്ടെണ്ണത്തിന്റെ. ആ, ഇരിക്കുന്നേ. പിള്ളേരെ കൊണ്ടിട്ടേ അച്ഛൻ ആ തോടിന്റെ അങ്ങോട്ട് പോയി. രണ്ടുപേരും അച്ഛന്റെ രണ്ട് കയ്യിലും പിടിച്ചു പോയിട്ടുണ്ട്. പ്രിയ എന്തി? അവള് തലവേദനയാന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട്. ആ, രാവിലെ ഒരു തലവേദന പോലെ. ഞാൻ പറഞ്ഞു പോയി കിടന്നോളാൻ പറഞ്ഞു. ഉം രൂപേഷ് പോയോ? ആ, അവൻ രാവിലെ പോയല്ലോ. എന്താ ബിന്ദു വിശേഷം? ആ, എനിക്ക് എന്ത് വിശേഷം ഉണ്ടാകാനാ? വിശേഷമൊക്കെ ഇവിടെയല്ലേ. അല്ല എന്റെ ചേച്ചി, ഈ പിള്ളേർ രണ്ടുപേരും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? ഒന്നുമില്ലെങ്കിലും ഇവര് ഭാര്യയും ഭർത്താവും വിദ്യാഭ്യാസമുള്ള രണ്ട് പിള്ളേരല്ലേ. ഇവർക്ക് ഒരു അറിവും ബോധവും ഇല്ലേ ഇവർക്ക്? രണ്ട് കുഞ്ഞി പിള്ളേരുണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടോ ഇവർക്ക്? അയ്യോ, എന്താ ബിന്ദു, എന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? ഏ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ ഇങ്ങോട്ട് പോന്നായിരുന്നോ? എനിക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറതിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലടി, നീ ഇത് എന്ത് ഭാവിച്ച? നിന്റെ തലയ്ക്കകത്ത് വല്ല ബോധമുണ്ടോ? രണ്ട് കുഞ്ഞി പിള്ളേരുണ്ടെന്നുള്ള ബോധം നിനക്കുണ്ടോ? അതെങ്കിലും ചിന്തിക്കണ്ടേ നീ ഒന്ന്? പിന്നെ നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നേ? നിനക്ക് എനിക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നിനക്കൊരു അനീതിയില്ലേ? ആ പെങ്കൊച്ചിനാണെങ്കിൽ ഇപ്പൊ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ച് വെച്ചേക്കുവോ നിന്റെ അനീതിയുടെ? ആ ഒരു ബോധം നിനക്കുണ്ടോ? നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് വിചാരിച്ചോണ്ടാ നീ ഇരിക്കുന്നത്? നിനക്ക് അവിടുത്തെ നാട്ടുകാരെ അറിയാവോ? ആ നാട്ടുകാരുടെ മുഖത്ത് ഞാനിങ്ങനെ ഇനി എങ്ങനെ ഞാൻ നോക്കും ഞാൻ? ഏ അവരോടൊക്കെ എങ്ങനെ ഈ കാര്യം ഞാൻ പറയും? അതിനെ കുറിച്ച് നിനക്ക് നാണമുണ്ടോ? നിനക്ക് ഒരു നാണോമാനം ഉണ്ടോ? ഒരാങ്ങളെയുണ്ട് നിനക്ക്. അവനാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു ചെലവാന്ന് ചോദിച്ചാൽ ചോദിക്കുന്നിടത്ത് പൈസയാണ്. ഇതൊക്കെ എവിടെ നിന്ന് എടുത്തിട്ടുണ്ടാക്കുന്ന നിന്റെ വിചാരം? നീ ഒരു മൂത്ത മകൾ ഉണ്ടായി പോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കണം എന്നാ നീ പറയുന്നത്? എന്നെ കൊണ്ട് ഇനി പറ്റുമൊന്നുമില്ല. എന്നെ കൊണ്ടൊന്നും പറ്റുകയില്ല. നിന്റെ കാര്യങ്ങൾ ഏതാണ്ട് കഴിഞ്ഞ പോലെ. ഞാൻ 2 മാസവും കൂടെ മുന്നേ ഞാൻ വിളിച്ചു പറഞ്ഞത് നിർത്തുന്ന്. അപ്പൊ നിങ്ങൾ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായി? എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല.
ഞാൻ ഒരു കാര്യങ്ങളോട്ട് അറിഞ്ഞിട്ടുമില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോടും കൂടി ഒന്ന് പറ. അത് ശരി. അപ്പൊ ചേച്ചി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇവള് മൂന്നാമത് ഗർഭിണിയാന്നും പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞെന്നേ. എന്തെങ്കിലും ഒരു കുലുക്കം ഉണ്ടോ നോക്കിക്കേ അവക്ക്. ഏ ഇത് പറയുമ്പോ കേൾക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ കൂടെ ഒന്ന് ചിന്തിക്കണ്ടേ? എനിക്ക് വയ്യ ഇനി കുളിപ്പിക്കാനും ആശുപത്രിയിൽ പോയി നിൽക്കാനും നോക്കാനും എടുക്കാനും ഒന്നും എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല. വരുത്തി വെച്ചവര് തന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കട്ടെ. അല്ല പിന്നെ ചേച്ചി രൂപേഷോട് രണ്ടെണ്ണം പറ ചേച്ചി. ഇത് എന്തോർത്തോണ്ടാന്ന് ചോദിക്കാം അവനോട്. അല്ലേ ബിന്ദു മതി, നിർത്തിക്കേ. ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കൊന്നും നിങ്ങൾ പറയണ മനസ്സിലാകാതിരുന്നത്. അമ്മ ഞാൻ അത് പിന്നെ ഉം ഉം അല്ല ബിന്ദു, ഇതിപ്പോ ഗർഭിണിയായെന്നും പറഞ്ഞ് ബിന്ദു ഇത്ര വെപ്രാളപ്പെടുന്നത് എന്തിനാ? എന്റെ മകന്റെ കുഞ്ഞല്ലേ. ബിന്ദുവിന് ബുദ്ധിമുട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയല്ല. ഞാൻ നോക്കിക്കോളാം. അല്ല ഇതിന് ഇത്ര മാത്രം നാണക്കേടുണ്ടാകാൻ വേണ്ടി മാത്രം എന്താ ബിന്ദു? അതെനിക്ക് മനസ്സിലായില്ലല്ലോ. ബിന്ദുവിന് നാട്ടുകാരോട് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ നാണക്കേടോ ഉണ്ടെങ്കിൽ ബിന്ദു ആരെ അറിയിക്കണ്ട. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുന്നതേ ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്ന ഒരു കുടുംബമാണ് ഞങ്ങള്. എന്റെ മകള് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 6 വർഷമായി. ഇതുവരെ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. എന്തുമാത്രം നേർച്ചകളും പ്രാർത്ഥനകളുമായിട്ട് അവര് നടക്കുന്നതെന്ന് അവർക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ട് പിള്ളേരുടെ വില നന്നായിട്ട് ഈ കുടുംബത്തിന് അറിയാം. ഞങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ മൂത്ത 2 പിള്ളേരെ ബിന്ദുവാണോ നോക്കുന്നത്? ഞങ്ങളുടെ മകന്റെ കൊച്ചിനെ ഞങ്ങൾ തന്നെയല്ലേ നോക്കുന്നത്. ഇവിടുത്തെ അച്ഛനാണെങ്കിൽ താഴേലും തലയിലും വെക്കാതെ മക്കളെ കൊണ്ടു കിടക്കുന്നത്. ഇവക്കങ്ങനെ പിള്ളേരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ബിന്ദു ഈ കാര്യത്തിൽ ഇത്ര സങ്കടപ്പെടുവോ ഇവളുടെ നേരെ ചാടാനൊന്നും നിൽക്കണ്ട കേട്ടോ. വയറിനകത്തൊരു കൊച്ചുള്ളതാ. ഇതിന് മാത്രം അവളെ കിടന്ന് പറയാനൊന്നുമില്ല. എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട്, നീ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടിയെന്ന്. സ്വന്തം അമ്മ തന്നെ ഈ വിധമല്ലേ പറയുന്നേ. അപ്പൊ നീ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ. നമുക്ക് വളർത്താന്നേ. ചക്കരയുടെയും പൊന്നുവിന്റെയും ഇളയതായിട്ട് നമുക്ക് പൊന്നു പോലെ അങ്ങ് വളർത്താം. നീയേ അമ്മയ്ക്ക് പോയി ചായ ഇട്ട് കൊടുക്ക്.